പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിലെ LPG വിതരണം പ്രതിസന്ധിയിൽ. ബംഗളൂരു, ചെന്നൈ, മുംബൈ എന്നിവിടങ്ങളിലെ ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ പാചകവാതകക്ഷാമം നേരിടുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ LPG വിതരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ബംഗളൂരു, ചെന്നൈ, മുംബൈ എന്നിവിടങ്ങളിലെ ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ പാചകവാതകക്ഷാമം മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇതേ തുടർന്ന് LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LPG എത്തിയില്ലെങ്കിൽ 2 ദിവസത്തിനകം കടകൾ പൂർണ്ണമായും അടയ്ക്കുമെന്ന മുന്നറിയിപ്പാണ് വ്യാപാരികൾ നൽകുന്നത്. പ്രതിദിനം ഹോട്ടലുകളെയും മറ്റും ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും ജോലിക്കാരും ഇതോടെ ബുദ്ധിമുട്ടിലാകും. ഗ്യാസ് വിതരണം സാധാരണ നിലയിൽ ആകും വരെ ഹോട്ടൽ വ്യവസായം ബുദ്ധിമുട്ട് നേരിടുമെന്നാണ് ഉടമകൾ പറയുന്നത്. അതേസമയം മുംബൈയിലെ ഏകദേശം 20% ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇതിനകം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദാദർ, അന്ധേരി, മാട്ടുങ്ക തുടങ്ങിയ പ്രദേശങ്ങളിലെ ഭക്ഷണശാലകൾ തങ്ങളുടെ മെനു ചുരുക്കി. ദാൽ മഖാന, റവ, ദോശ പോലുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് പലരും അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ 70 ദിവസത്തേക്ക് തടസ്സമില്ലാത്ത ഗ്യാസ് വിതരണം നടത്തുമെന്ന ഉറപ്പാണ് എണ്ണ കമ്പനികൾ നൽകിയിട്ടുള്ളത്. പാചകവാതക വില വർദ്ധിപ്പിച്ചതും സിലിണ്ടർ ലഭ്യതയിൽ കുറവ് വരുന്നതും ജനങ്ങളെയും കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ചെറിയ ഹോട്ടലുകൾക്ക് പോലും ഒരു ദിവസം 3 സിലിണ്ടറുകൾ വരെ ആവശ്യമായി വരുന്നുണ്ട്. ഇതിനിടെ വില വർദ്ധിച്ചത് ഒരു മാസം 10,000 രൂപയിലധികം അധിക ചെലവ് വരുത്തും. ഇതിനൊപ്പം സ്വകാര്യ ഗ്യാസ് കമ്പനികൾ പലരും നൽകിയിരുന്ന സബ്സിഡിയും നിർത്തിയിട്ടുണ്ട്. 140 രൂപയോളം സബ്സിഡി ലഭിച്ചിരുന്നതും നിലയ്ക്കുന്നത് കൂടുതൽ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുന്നുവെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഗ്യാസ് വേഗത്തിൽ തീരുന്ന വലിയ കുടുംബങ്ങളും പ്രതിസന്ധിയിലാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ഊർജ്ജ ഷിപ്പിംഗിലുണ്ടായ പ്രതിസന്ധിയാണ് LPG സിലിണ്ടറുകളുടെ വില വർധനവിനും ക്ഷാമത്തിനും കാരണമായത്. ഗാർഹിക പാചകവാതകത്തിന് 60 രൂപയും വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.